ഒരു റിട്ടയർഡ് അധ്യാപകൻ തന്റെ ഭാര്യക്കുള്ള മരുന്നും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വളരെ ക്ഷീണിതനായിട്ട് നടന്നു പോവുകയാണ്. അപ്പോഴാണ് വഴിയരികിൽ ഒരു വാഹനത്തിൽ നിന്നൊരു യുവാവ് പെട്ടെന്ന് വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ കണ്ട ഉടനെ തന്നെ സാറിന് എന്നെ മനസ്സിലായില്ലേ എന്നൊരു ചോദ്യം. നമുക്കറിയാം, മിക്ക അധ്യാപകരും ജീവിതത്തിലെ പല പ്രാവശ്യവും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സാറിന് എന്നെ മനസ്സിലായോ, സാറിന് എന്നെ തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതേപോലെ ഈ അധ്യാപകനും പെട്ടെന്ന് തന്റെ മുമ്പിലിരിക്കുന്ന യുവാവിനെ കണ്ടപ്പോൾ മനസ്സിലായില്ല. പക്ഷെ ആ കുട്ടിയല്ല, ആ യുവാവ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തന്റെ വണ്ടിയിലേക്ക് വെച്ച് അദ്ദേഹത്തിനെയും വണ്ടിയിൽ കയറ്റി സാറിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി ഇറക്കാന്ന് പറഞ്ഞു. അപ്പൊ സാറ് ചോദിച്ചു, മോനെ എനിക്ക് തന്നെ മനസ്സിലായില്ലല്ലോ. അപ്പൊ ആ കുട്ടിയോട് പറയാണ്, സാർ ഇത് കുറേ മുമ്പേ സാർ 6ാം ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പൈസ കളവ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യവും വിവരമില്ലായ്മയും കാരണം ഞാനായിരുന്നു ആ പൈസ എടുത്തത്. സാറിന് ഓർമ്മയുണ്ടോ അത്? അപ്പൊ സാറ് ഓർമ്മക്കുറവിന്റെ കാരണമായിരിക്കാം സാറിന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ കുട്ടി പറയാണ്, സാറ് ഞങ്ങളെ എല്ലാവരോടും കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് സാറ് ഞങ്ങളുടെ ഒക്കെ പോക്കറ്റിൽ കൈയിട്ട് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് സാറിന് എന്റെ പോക്കറ്റിൽ നിന്നായിരുന്നു ആ ഒരു പൈസ കിട്ടിയത്. അപമാനഭാരം പേടിച്ച് വളരെ വിഷമത്തിൽ നിൽക്കുന്ന എന്നെ സാറ് പക്ഷെ ഒരാളുടെ മുമ്പിലും കൊണ്ടുവന്നില്ല. സാറ് പൈസ അവസാനം സാർ എല്ലാവരോടും കണ്ണു തുറക്കാൻ പറഞ്ഞ് പൈസ കിട്ടിയെന്നുള്ള കാര്യം പറയുക ചെയ്തു. അപ്പൊ സാറ് പറയാണ്, പക്ഷെ മോനെ എനിക്കൊന്നും അറിയില്ലായിരുന്നു അത് നിന്റെ പോക്കറ്റിൽ നിന്നാണ് കിട്ടിയത്. കാരണം ആ ഒരു തെരച്ചിൽ നടത്തുമ്പോൾ ഞാനും കണ്ണു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ, നമുക്ക് ജീവിതത്തിൽ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തി അതിൽ സന്തോഷിക്കുന്ന ആളുകളാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ന്യൂനതകൾ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തിയത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. കുറച്ചു സമയം ചിരിക്കാന്നല്ലാതെ നമുക്കൊന്നും നേടാനില്ല. ഒരു പക്ഷെ അത് അവരിൽ ഉണ്ടാക്കുന്ന വേദനകൾ, ആ ഒരു മുറിപ്പാട് ജീവിതകാലം മുഴുവനും അവരെ ഉപദ്രവിക്കുന്ന, അവരെ വേട്ടയാടുന്ന തരത്തിലായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങളുടെ ന്യൂനതകൾ അന്ത്യനാളിൽ ഞാൻ മറച്ചു വെക്കുന്നതാണെന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു അധ്യാപകന്, ഇങ്ങനെ ഒരു രക്ഷിതാവ്, ഇങ്ങനെയുള്ള ഒരു സുഹൃത്താവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.